തുടരും എന്ന മോഹൻലാൽ ചിത്രം കണ്ട ആരും മറക്കാത്ത ഒരു മുഖമാണ് സിനിമയിൽ മോഹൻലാലിന്റെ മകളായി അഭിനയിച്ച പെൺകുട്ടിയുടെ മുഖം. മോഹൻലാൽ അവതരിപ്പിച്ച ബെൻസ് എന്ന വിളിപ്പേരുള്ള ഷൺമുഖത്തിന്റെ മകൾ പവിത്രയായി അഭിനയിച്ചത് അമൃതവർഷിണിയാണ്. അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് അമൃത. ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള അമൃതയുടെ ആദ്യ സിനിമയാണ് തുടരും. ആദ്യ ചിത്രത്തിൽ തന്നെ ഞെട്ടിക്കുന്ന അഭിനയമാണ് അമൃത കാഴ്ചവെച്ചത്. ഇൻസ്റ്റഗ്രാമിൽ നിരവധി ആരാധകരുള്ള അമൃതയ്ക്ക് ആരാധകർ നൽകിയ പേര് ജൂനിയർ രശ്മിക മന്ദാന എന്നാണ്. രശ്മികയുടെ ആരാധിക കൂടിയായ അമൃത ചെയ്ത ഒരു റീൽ വീഡിയോയ്ക്ക് സാക്ഷാൽ രശ്മിക തന്നെ നൽകിയ കമന്റ് വൈറലായിരുന്നു. കൊച്ചിക്കാരിയാണ് അമൃത. കൊച്ചി നേവൽ ബേസിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ 10ാം ക്ലാസ്സുകാരി. പ്രവീണാണ് അമൃതയുടെ അച്ഛൻ. നേവൽ ബേസിൽ തന്നെ ജോലിക്കാരനാണ്. പ്രവീണിനും ഭാര്യയ്ക്കും ഉണ്ടായ ഇരട്ട കുട്ടികളിൽ മൂത്തയാളാണ് താരം. രണ്ടാമത്തേത് ഒരാൺകുട്ടിയാണ്. അമൃതയുടെ അങ്കിൾ അശ്വിൻ വഴിയാണ് തുടരുമെന്ന ചിത്രത്തിലേക്ക് താരമെത്തുന്നത്. അതിനു മുൻപ് ഇൻസ്റ്റഗ്രാമിലും മറ്റും വീഡിയോ ഇടുമെന്നല്ലാതെ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല. നൃത്തം കുഞ്ഞിലേ മുതൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ കൂടുതലും ഡാൻസ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഉടൻ ഷൂട്ട് തുടങ്ങുന്ന ഒരു ചിത്രത്തിലേക്ക് ഒരു കുട്ടിയെ ആവശ്യപ്പെട്ട് ബിനു പപ്പുവാണ് അമൃതയുടെ മാമനോട് കാര്യം പറയുന്നത്. മാമനാണ് അമൃതയുടെ കാര്യം ബിനുവിനോട് പറയുന്നത്. അങ്ങനെ ബിനു അമൃതയെ വിളിച്ചു. മോഹൻലാലിന്റെ സിനിമയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റോൾ എന്താണെന്ന് പറഞ്ഞിരുന്നില്ല. ഓഡീഷൻ ഉണ്ടെന്നും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ആദ്യം തന്നെ ബിനു പപ്പു അമൃതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് അമൃത ഓഡീഷൻ എത്തിയത്. അവർ അഭിനയിച്ചു കാണിക്കാൻ പറഞ്ഞ സീനുകളൊക്കെ അഭിനയിച്ചു കാണിച്ചു. ഓഡീഷൻ കഴിഞ്ഞ് അമൃതയെ വിളിക്കാമെന്ന് പറഞ്ഞു വിട്ടു. ഓഡീഷൻ കഴിഞ്ഞ് കുറെ കാലമായിട്ടും കോളൊന്നും വരാത്തതുകൊണ്ട് കിട്ടിയില്ല എന്നാണ് കരുതിയത്. എന്നാൽ പിന്നീട് സെലക്ട് ആയെന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് അമൃതവർഷിണി നടിയായത്. ആദ്യ സിനിമയിൽ തന്നെ ശോഭനയുടെയും മോഹൻലാലിന്റെയും ഒപ്പം അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷത്തിലാണ് ഈ കൊച്ചിക്കാരി. ശോഭനയുടെ വലിയ ഫാനായിരുന്നു അമൃത. നൃത്തം പഠിക്കുന്നുമുണ്ട്, കളിക്കാറുമുണ്ട്.